അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഭൂമിയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ്, അതായത് ഭൂമിയെ വിശാലമാക്കിയതും പർവ്വതങ്ങളും പുഴകളും ഉണ്ടാക്കിയതും അതുപോലെ സസ്യങ്ങളെ ഇണകളായി സൃഷ്ടിച്ചതും രാപ്പകലുകളെ മാറ്റി മാറ്റി വരുത്തുന്നതുമൊക്കെയാണ് അള്ളാഹു സൃഷ്ടിച്ച ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഭൂമിയിൽ കാണുന്ന വൈവിധ്യങ്ങൾ ഏതൊരു മനുഷ്യനും അത്രയൊന്നും ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 4-ാമത്തെ ആയത്തിൽ പറയുന്നത്. വഫിൽ അർളി ഖിതഉം മുതജാവിറാതും വജന്നാതും മിൻ അഅനാബിൻ വസർഉൻ ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. وفي الأرض قطع متجاورات, ഭൂമിയിൽ അടുത്തടുത്ത് നിലകൊള്ളുന്ന, സമീപസ്ഥമായി നിലകൊള്ളുന്ന പലതരം കഷ്ണങ്ങളുമുണ്ട്. ഭൂമിയിലെ മണ്ണിൻ്റെയും നിലത്തിൻ്റെയുമൊക്കെ വൈവിധ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ചിലയിടത്ത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെടിയും വളരാത്ത മണ്ണുമുണ്ടാകും. ചില സ്ഥലങ്ങളിൽ ചില ചെടികൾ നന്നായി വളരും, മറ്റു ചിലത് വളരില്ല. ഇങ്ങനെ മണ്ണിൻ്റെയും മറ്റും വ്യത്യാസങ്ങൾ കാണിക്കുന്ന പ്രത്യേക ഗണ്ഡങ്ങളായിക്കൊണ്ടാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. വജന്നാത്തും മിൻ അഅനാബിൻ, മുന്തിരിത്തോട്ടങ്ങളുമുണ്ട്. എനബ് എന്നാൽ മുന്തിരിക്കാണ് പറയുക, അതിൻ്റെ ബഹുവചനമാണ് അഅനാബ്. മുന്തിരിച്ചെടികൾക്ക്, മുന്തിരി വള്ളികൾക്കും എനബ് എന്നാണ് ഖുർആനിൽ പ്രയോഗിക്കുന്നത്. അതിന് ആ ചെടിക്ക് പ്രത്യേകം പേരൊന്നും ഖുർആനിൽ പറയുന്നില്ല. ഭൂമിയിൽ മുന്തിരിവള്ളികൾ വളരുന്ന ഇടങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ മറ്റുള്ളവയൊക്കെ അതുപോലെ വളർന്നു കൊള്ളണമെന്നില്ല. വസർഉൻ, കൃഷി ഇറക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്ന വയലുകൾ പോലെയുള്ള സ്ഥലങ്ങൾക്കാണ് സർഉ എന്ന് പറയുക. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, വയല്. വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ, കൂട്ടമായും ഒറ്റയായും വളരുന്ന കാരക്കമരങ്ങളുമുണ്ട്. സിൻവാന് എന്നാൽ കൂട്ടമായിട്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മുളങ്കൂട്ടം ഉണ്ടാവുന്നത് പോലെ അങ്ങനെ കുറേ ഈത്തപ്പനകൾ ഒരുമിച്ച് കൂട്ടമായി വളരുന്ന ആ രീതിയിലുള്ളതും ഉണ്ട്. ഗൈർ സിൻവാന് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്നത്. ഇതൊക്കെ ചില പ്രത്യേക മണ്ണുകളിൽ മാത്രം വളരുന്നതാണ്. ഇതൊക്കെ തരുന്ന ഫലങ്ങളോ, മുന്തിരി, ഈത്തപ്പഴം, നെല്ല്, ഇവയൊക്കെ വ്യത്യസ്ത രുചിയുള്ളതുമാണ്. പക്ഷേ യുസ്കാ ബിമാഇൻ വാഹിദ്, ഇവയൊക്കെ നനക്കപ്പെടുന്നത് ഒരു വെള്ളം കൊണ്ട് മാത്രമാണ്. പല സ്ഥലത്തെയും മണ്ണുകൾ വ്യത്യാസമുണ്ട്, ഫലങ്ങൾ വ്യത്യാസമുണ്ട്, പക്ഷേ അവയൊക്കെ വളരാൻ ഒരേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ മാറ്റമില്ല. അതിലെ അത്ഭുതമാണ്, അത്ഭുത ദൃഷ്ടാന്തമാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. വനുഫല്ലിലു ബഅലഹ അലാ ബഅലിൻ ഫിൽ ഉക്ലി, എന്നാൽ രുചിയിൽ ചിലതിനെ ചിലതിനേക്കാൾ നാം ശ്രേഷ്ഠമാക്കുന്നു. അള്ളാഹു ഈ ഫലവൃക്ഷങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങളിൽ ചിലത് തിന്നാൻ കൂടുതൽ രുചിയുള്ളതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണത്. ചില പഴങ്ങൾ തിന്നുമ്പോൾ മനുഷ്യന് കൂടുതൽ രുചിയുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. വനുഫല്ലിലു, നാം ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു, ബഅലഹ അലാ ബഅലിൻ, അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ, ഫിൽ ഉക്കുലി, രുചിയിൽ. ഈ വൈവിധ്യങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, തീർച്ചയായും ഇതിൽ ബുദ്ധിപൂർവം ഗ്രഹിക്കുന്ന, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ഇതിലുണ്ട്, ലആയാതിൻ, ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ലിഖൗമിൻ, ഒരു ജനതക്ക്, യഅഖിലൂൻ, അവർ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ ധാരാളമായി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.